ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ലിറ്റററി ക്രിറ്റിസിസത്തിലെ മൂന്നാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. TS എലിയറ്റ്, IA റിച്ചാർഡ്സ്, FR ലൂയിസ് എന്നിവരുടെ ലിറ്റററി ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ട തിയറികളാണ് നമുക്ക് ഈ പാർട്ടിൽ നോക്കാനുള്ളത്. നമ്മളിവിടെ അതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും അതിൻ്റെ എക്സ്പ്ലനേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. TS എലിയറ്റ്, ട്രഡീഷണൽ എലിമെൻറ്റ്സ് ദെയർ സിഗ്നിഫിക്കൻസ്. TS എലിയറ്റിൻ്റെ ലിറ്റററി ക്രിറ്റിസിസത്തിൽ പ്രധാനമായിട്ട് വരുന്നത് ട്രഡീഷനാണ്. ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാരമ്പര്യം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ലിറ്റററി ട്രഡീഷൻ അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ ഒരു പാരമ്പര്യം എന്നുള്ള സങ്കല്പമാണ് TS എലിയറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് പണ്ട് കാലം മുതലേ ഉള്ള ഈ ക്ലാസിക്കൽ റൈറ്റേഴ്സ് മുതൽ ഇങ്ങനെ തുടർന്ന് വരുന്ന ഒരു പ്രക്രിയയാണ് സാഹിത്യം എന്ന് പറയുന്നത്. ആ ഒരു ട്രഡീഷന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തിയറിയാണ് TS എലിയറ്റിൻ്റേത്. നമുക്ക് നോക്കാം. Eliot argues that the most individual and best parts of a poet's work often show the strongest influence of past writers. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു പോയറ്റിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പാർട്ട്, അതായത് ആ ഒരു പോയറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് നമ്മൾ പറയുന്ന കാര്യം, അല്ലെങ്കിൽ ആ ഒരു പോയത്തിലെ ബെസ്റ്റ് പാർട്ട് എന്ന് നമ്മൾ പറയുന്ന കാര്യം പലപ്പോഴും ഈ ലിറ്റററി ട്രഡീഷൻ്റെ ഇൻഫ്ലുവൻസ് കാണിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. അതായത് മുൻപുള്ള എഴുത്തുകാരുടെ ഒരു ഇൻഫ്ലുവൻസ് അതിനകത്ത് കാണാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നു. ഹി ക്രിട്ടിസൈസ്ഡ് ദി ഇംഗ്ലീഷ് ടെൻഡൻസി ടു പ്രൈസ് പോയറ്റ്സ് ഫോർ ദെയർ ഒറിജിനാലിറ്റി, സജസ്റ്റിംഗ് ദാറ്റ് ട്രൂ മെറിറ്റ് ലൈസ് ഇൻ ദ പാർട്സ് ദാറ്റ് മോസ്റ്റ് റിഫ്ലക്ട് ദി ഇൻഫ്ലുവൻസ് ഓഫ് പാസ്റ്റ് പോയറ്റ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം എതിർക്കുന്നത് ഈ ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ ഒറിജിനാലിറ്റി എന്നുള്ള കൺസെപ്റ്റാണ്. അതായത് ഒരു പോയറ്റ് എഴുതുന്ന സമയത്ത് അയാളുടേതായിട്ടുള്ള രീതിയിൽ പ്രതിഫലിപ്പിക്കുന്ന കാര്യങ്ങളെ പ്രശംസിക്കുന്നതാണ് ഇംഗ്ലണ്ടിലൊരു ടെൻഡൻസി ഉണ്ടായിരുന്നത്. പക്ഷേ അത് അസാധ്യമാണെന്നാണ് എലിയറ്റ് പറയുന്നത്. കാരണം അത്തരം ഭാഗങ്ങളിലെല്ലാം മുൻപുള്ള പോയിറ്റ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മുമ്പുള്ള പോയിറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സാഹിത്യം തുടങ്ങിയ കാലഘട്ടം മുതൽ ഏൻഷ്യൻ്റ് ക്ലാസിക്കൽ ലിറ്ററേച്ചർ മുതലുള്ള ആളുകളുടെ ഇതുവരെയുള്ള ഒരു തുടർച്ചയായിട്ടുള്ള സംഗതിയാണ് സാഹിത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ എഴുത്തുകാരുടെ ഇതുപോലെ നല്ല കൃതികളിലെല്ലാം മുൻപുള്ള എഴുത്തുകാരുടെ ഒരു ഇൻഫ്ലുവൻസ് കാണാൻ സാധിക്കുമെന്നാണ് എലിയറ്റ് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ സെൻസ്. അടുത്തതായിട്ട് എലിയറ്റ് ട്രഡീഷനെ കുറിച്ചിട്ട് വിശദമായിട്ട് പറയുകയാണ്. ട്രഡീഷൻ ഈസ് നോട്ട് അബൌട്ട് ബ്ലൈൻഡ്ലി ഫോളോവിങ് പാസ്റ്റ് വേസ് ബട്ട് അബൌട്ട് ക്രിട്ടിക്കലി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സിഫ്റ്റിംഗ് ദ ഗുഡ് ഫ്രം ദ ബാഡ് ഇൻ പാസ്റ്റ് വർക്ക്സ്. അപ്പോൾ എലിയറ്റ് പറയുന്നത് ട്രഡീഷൻ എന്ന് പറയുന്നത് പഴയ കാലത്തെ രീതികളെ ഇങ്ങനെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമല്ല എന്നാണ്. അപ്പോൾ നമുക്കറിയാം പഴയകാല സാഹിത്യത്തിൽ ഈ വൃത്തം, താളം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതികളെ കുറിച്ചൊക്കെ നമുക്കറിയാം. ആ രീതിയിൽ പഴയ കാലത്തെ രീതികൾ അതുപോലെ പിന്തുടരുക എന്നുള്ളതല്ല എലിയറ്റ് ട്രഡീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഈ പഴയകാല വർക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് നല്ലതും മോശവും തിരിച്ചറിയുക, നല്ലത് എടുക്കുക എന്നുള്ളതാണ് ഈ ഹിസ്റ്റോറിക്കൽ സെൻസ് എന്നതുകൊണ്ട് എലിയറ്റ് ഉദ്ദേശിക്കുന്നത്. റിക്വയർസ് എ പെർസെപ്ഷൻ ഓഫ് ദ പാസ്റ്റ് പ്രസൻസ് ആൻഡ് കണ്ടിന്യൂറ്റി വിത്ത് ദ പ്രസന്റ്. അപ്പോൾ പാസ്റ്റിന്റെ പ്രസൻസ്, അതായത് ഈ പഴയകാല ട്രഡീഷൻസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിന് പ്രാധാന്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയണം എന്നുള്ളതാണ് ഹിസ്റ്റോറിക്കൽ സെൻസ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. Those with a historical sense recognize the past existence in the present, forming a continuous literary tradition. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹിസ്റ്റോറിക്കൽ സെൻസ് ഉള്ള ആളുകൾക്ക് ഈ പഴയകാല രീതികൾ ഇന്നത്തെ കാലത്തും പ്രാധാന്യമുള്ളതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ആ രീതിയിൽ ലിറ്റററി ട്രഡീഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. പണ്ട് കാലത്തുള്ള ആളുകൾ എഴുതി, അതിനുശേഷം ആളുകൾ വന്നു, ഇപ്പോഴുള്ള ആളുകൾ വന്നു, അങ്ങനെ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് ആയിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. എ ക്രിട്ടിക്കൽ ജഡ്ജ്മെന്റ് ആസ് ടു വിച്ച് ഓഫ് ദ റൈറ്റേഴ്സ് ഓഫ് ദ പാസ്റ്റ് കണ്ടിന്യൂ ടു ബി സിഗ്നിഫിക്കൻറ്റ് ഇൻ ദ പ്രസന്റ് ആൻഡ് നോളജ് ഓഫ് ദി സിഗ്നിഫിക്കൻറ്റ് റൈറ്റേഴ്സ് ഒബ്റ്റൈൻഡ് ത്രൂ പെയിൻസ്റ്റേക്കിംഗ് എഫേർട്ട്. അപ്പോൾ നമുക്കറിയാം ഈ ട്രഡീഷൻ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ സെൻസിന് വേണ്ടിയിട്ട് ഇതുവരെ എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ സാഹിത്യവും ഒന്നും ഒരാൾക്ക് വായിക്കാൻ വേണ്ടി പറ്റില്ല. ഇതുവരെ എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ കവിതകളും ഒരാൾക്ക് വായിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കൃതികൾ എന്നുള്ളതും ഏതൊക്കെയാണ് വായിക്കേണ്ടതെന്നുള്ളതും അതിൽ നിന്ന് ഏതൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യവും എഫേർട്ട് വേണ്ടി വരുന്നൊരു കാര്യമാണ്. ആ രീതിയിൽ ഇങ്ങനെ പഴയ കാലത്തെ വർക്കുകൾ ഇങ്ങനെ എഫേർട്ട് എടുത്തുകൊണ്ട് ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്താലാണ് ഒരാൾക്ക് ഈ ഹിസ്റ്റോറിക്കൽ സെൻസ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ദ ഫങ്ഷൻ ഓഫ് ട്രഡീഷൻ. ഇനി സാഹിത്യത്തിൽ ട്രഡീഷന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്.
Poetic works should be compared with the past works, not to judge superiority, but to analyze and understand the new work better. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ കവിതകളെ പഴയകാല കവിതകളുമായിട്ട് താരതമ്യം ചെയ്യണം. താരതമ്യം ചെയ്യുന്നത് അതിൽ ഏതാണ് മികച്ചത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ഈ പഴയതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയതിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ബോത്ത് ദ പാസ്റ്റ് ആൻഡ് ദ പ്രസന്റ്. അങ്ങനെ ഈ പുതിയ കവിതകളെ പഴയ കവിതകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പഴയതിനെയും കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, പുതിയതിനെയും കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം പറയുന്നു. കമ്പാരിസൺ ഈസ് മെയ്ഡ് ഫോർ അനാലിസിസ്, നോട്ട് ഫോർ ഡിറ്റർമിനിങ് ദ സുപ്പീരിയറിറ്റി ഓഫ് വൺ വർക്ക് ഓവർ അനദർ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു അനാലിസിസിന് വേണ്ടിയിട്ടാണ് ഈ താരതമ്യം നടത്തുന്നത്, അതല്ലാതെ പഴയതാണ് മികച്ചത് അല്ലെങ്കിൽ പുതിയതാണ് മികച്ചത് എന്നുള്ള രീതിയിൽ ഏതാണ് നല്ലത് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, അതിനെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പഴയതുമായിട്ട് താരതമ്യം ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നത്. ഇറ്റ് വിൽ ഹെൽപ്പ് us ഹൈലൈറ്റ് ദി ഇൻഡിവിജ്വൽ എലിമെന്റ്സ്. അങ്ങനെ ഈ പഴയ കാല കൃതികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് അതിൽ ഏതൊക്കെയാണ് പഴയ കാലത്തിന്റെ ഇൻഫ്ലുവൻസ് ആയിട്ട് വന്നിട്ടുള്ളത്, ഏതൊക്കെയാണ് ഇൻഡിവിജ്വൽ എലിമെന്റ്സ്, അതായത് ഈ ഒരു പോയിന്റ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഏതാണ് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ പഴയ കാല കവിതകൾ വായിച്ചിട്ടുള്ള ആളുകൾക്കാണ് അത് ഇതിൽ ഇദ്ദേഹം പുതിയതായിട്ട് കൊണ്ടുവന്നതാണോ അതോ പഴയതിന്റെ ഇൻഫ്ലുവൻസ് ആണോ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് അദ്ദേഹം പറയുന്നത്. സെൻസ് ഓഫ് ട്രഡീഷൻ ആൻഡ് ഇറ്റ്സ് റിയൽ മീനിങ്. ഇനി എങ്ങനെയാണ് ഈ ഒരു ട്രഡീഷനെ കുറിച്ചിട്ടുള്ള സെൻസ് ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇൻവോൾവ്സ് റെക്കഗ്നൈസിംഗ് ദ കണ്ടിന്യൂറ്റി ഓഫ് ലിറ്ററേച്ചർ ആൻഡ് എ ക്രിട്ടിക്കൽ ജഡ്ജ്മെന്റ് ഓഫ് സിഗ്നിഫിക്കന്റ് പാസ്റ്റ് റൈറ്റേഴ്സ്. അതിൽ ആദ്യം വരുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. പഴയ കാലത്തുള്ള ഈ ഏൻഷ്യന്റ് കാലഘട്ടത്തിലുള്ള ക്ലാസിക്കൽ ലിറ്ററേച്ചറിന്റെ കാലത്തുള്ള ആളുകൾ മുതൽ മോഡേൺ ലിറ്ററേച്ചർ വരെയുള്ള ആളുകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഒരു തുടർന്നൊരു പ്രക്രിയയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. റിക്വയർസ് നോളജ് ഒബ്റ്റൈൻഡ് ത്രൂ എഫേർട്ട് ആൻഡ് എ ഫോക്കസ് ഓൺ മെയിൻ ലിറ്റററി ട്രെൻഡ്സ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള ലിറ്റററി ട്രെൻഡ്സ് എന്താന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. അതിന് സ്വാഭാവികമായിട്ടും എഫേർട്ട് ആവശ്യമുണ്ട്, ഒരുപാട് വായിക്കണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എലിയറ്റിന്റെ ഒരു തിയറിയിൽ വരുന്നത് നല്ല എഴുത്തുകാരനാവണമെന്നുണ്ടെങ്കിൽ നല്ല വായനക്കാരനാവണം എന്ന് നമുക്ക് വേണമെങ്കിൽ ചുരുക്കി പറയാം. അങ്ങനെ പഴയ കാലഘട്ടത്തിന്റെ ഓരോ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ട്രെൻഡുകൾ എന്താണ്, രീതികൾ എന്താണ്, ഓരോ എഴുത്തുകാരുടെയും പ്രത്യേകതകൾ എന്താണ്, അതിൽ ഏതൊക്കെയാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോഴാണ് നല്ലൊരു കവി രൂപപ്പെടുക എന്നുള്ളൊരു തിയറിയാണ് എലിയറ്റ് പറയുന്നത്. പോയിറ്റ് മസ്റ്റ് ജഡ്ജ് ക്രിട്ടിക്കലി വിച്ച് റൈറ്റേഴ്സ് ഫ്രം ദ പാസ്റ്റ് കണ്ടിന്യൂ ടു ബി സിഗ്നിഫിക്കന്റ് ഇൻ ദ പ്രസന്റ്. അപ്പോൾ നമുക്കറിയാം ഇതുവരെ എഴുതപ്പെട്ടിട്ടുള്ള എല്ലാ കവിതകളും ഒരാളോട് വായിക്കണം എന്ന് പറയാൻ നടക്കില്ല. അപ്പോൾ ഏതൊക്കെ കവികളുടെ കൃതികളാണ് വായിക്കേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള കവിതകളാണ് വായിക്കേണ്ടത് എന്നുള്ളത് അദ്ദേഹം ക്രിട്ടിക്കലി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ദിസ് നോളജ് ഷുഡ് നോട്ട് ലിമിറ്റ് എ ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് ഓർ എൻ എറ. അങ്ങനെ തീരുമാനിക്കുന്ന സമയത്ത് ഏതെങ്കിലും ചില എഴുത്തുകാരുടെ, ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഷേക്സ്പിയർ അല്ലെങ്കിൽ ഷെല്ലി, അങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ള ചില ആൾക്കാർ മാത്രം എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ എഴുത്തുകാരെ മാത്രം എടുക്കാൻ സാധിക്കില്ല. എല്ലാ കാലഘട്ടത്തിലെയും പ്രശസ്തരായിട്ടുള്ളതും പ്രശസ്തരല്ലാത്തതായിട്ടുള്ളതായിട്ടുള്ള ഈ എഴുത്തുകാരുടെ കൃതികൾ വായിക്കണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എലിയറ്റിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നല്ല എഴുത്തുകാരനാവണമെന്നുണ്ടെങ്കിൽ നല്ല വായനക്കാരനാവണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ഈ പഴയ കാലത്തെ ട്രെൻഡുകൾ, പഴയ കാലത്ത് ഉള്ള എഴുത്ത് രീതികൾ എന്നുള്ള കാര്യങ്ങളൊക്കെ വായിച്ചുകൊണ്ട് അതിൽ നിന്ന് നല്ല കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ, എടുക്കാനും ആ രീതി തുടരാനും സാധിക്കണം എന്നുള്ള കാര്യമാണ് എലിയറ്റ് പറയുന്നത്. അടുത്ത കൺസെപ്റ്റ് ഇംപേഴ്സണാലിറ്റി ഓഫ് പോയട്രി ഓർ എക്സ്റ്റിൻഷൻ ഓഫ് പേഴ്സണാലിറ്റി. അതായത് ഈ ലിറ്ററേച്ചറിനകത്ത് വ്യക്തികൾക്ക് വലിയ പ്രാധാന്യമില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഒരു കവി കവിത എഴുതുന്ന സമയത്ത് ആ കവിയുടെ വ്യക്തിത്വം ആ കവിതയിൽ കാര്യമായിട്ട് പ്രതിഫലിക്കേണ്ടതില്ല എന്നുള്ള ഒരു കൺസെപ്റ്റാണ് എലിയറ്റ് പറഞ്ഞു വെക്കുന്നത്. Poets should surrender themselves to the literary tradition, allowing their poetic sensibility to be shaped by the past. അപ്പോൾ ഓരോ പോയിറ്റ്സും കവിത എഴുതുന്ന സമയത്ത് അവർ ട്രഡീഷന് സറണ്ടർ ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് പഴയകാല രീതികൾ മനസ്സിലാക്കിയിട്ട് അതിൽ നല്ല കാര്യങ്ങൾ എടുത്തുകൊണ്ട് അവർ തുടർച്ചയായിട്ടാണ് എഴുതേണ്ടത്. അല്ലാതെ അവരവരുടെ പുതിയ രീതികൾ കൊണ്ടുവരുന്നതിനെ എലിയറ്റ് എതിർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിനോട് യോജിക്കാൻ കഴിയുമോ യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ എലിയറ്റിന്റെ ഈ ഒരു ലിറ്റററി ക്രിറ്റിസിസത്തിനകത്ത് ട്രഡീഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ പോയറ്റ്സ് അവരവരുടെ ഒരു രീതികൾ ആവിഷ്കരിക്കുന്നതിന് പകരം
ഈ ട്രഡീഷണൽ ആയിട്ടുള്ള രീതികൾ തുടരുക എന്നുള്ളതാണ് നമുക്ക് ചുരുക്കി പറയാവുന്നത്. Calls for the depersonalization of emotions and greater objectivity in poetry. അടുത്തതായിട്ട് പറയുന്നത് ഡീപേഴ്സണലൈസേഷൻ ഓഫ് ഇമോഷൻസ്. നമുക്കറിയാം കവിതകൾക്കകത്ത് ഇമോഷൻസിന് വലിയ പ്രാധാന്യമുണ്ട്. ആ ഇമോഷൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഇമോഷൻ ആവരുത്, അതാണ് ഡീപേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത്. മറിച്ച് എന്തായിരിക്കണം, ഒരു ജനറൽ ഒബ്ജക്ടിവിറ്റി അതിനകത്ത് ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ദുഃഖം എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടുള്ള കവിത എഴുതുകയാണെങ്കിൽ അത് ആ കവിത എഴുതുന്ന വ്യക്തിയുടെ ദുഃഖം എന്നുള്ള രീതിയിലാവരുത്, അത് പൊതുവിൽ ദുഃഖം എന്നുള്ള കൺസെപ്റ്റ് ആയിരിക്കണം. ആ രീതിയിൽ തന്നെ സ്നേഹമാണെങ്കിലും സന്തോഷമാണെങ്കിലും മറ്റെന്ത് ഇമോഷൻ ആണെങ്കിലും അത് വ്യക്തിപരമായിട്ടുള്ള ഒരു ആവിഷ്കാരം ആയിരിക്കരുത്, മറിച്ച് ആ ജനറൽ ആയിട്ടുള്ള കൺസെപ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ആവിഷ്കാരം ആയിരിക്കണം എന്നുള്ളതാണ് എലിയറ്റ് പറയുന്നത്. ദ പേഴ്സണാലിറ്റി ഓഫ് ദ പോയിറ്റ് ഷുഡ് നോട്ട് ബി ഇമ്പോർട്ടൻറ്റ്, ദ ഫോക്കസ് ഷുഡ് ബി ഓൺ ദ പോയിറ്റ്സ് സെൻസ് ഓഫ് ട്രഡീഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിനൊരു ചുരുക്കമാണ്, ഈ എഴുതുന്ന വ്യക്തിയുടെ കവിയുടെ ഒരു പേഴ്സണാലിറ്റിക്ക് അവിടെ പ്രാധാന്യമില്ല, അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ഫീലിങ്സിനോ അയാളുടെ വ്യക്തിപരമായിട്ടുള്ള രീതികൾക്കോ അവിടെ പ്രാധാന്യമില്ല, മറിച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എഴുതുകയും ഈ പരമ്പരാഗതമായിട്ടുള്ള ശൈലിയിൽ എഴുതുകയുമാണ് വേണ്ടത് എന്നുള്ള കാര്യമാണ് എലിയറ്റ് പറയുന്നത്. ദ പോയറ്റിക് പ്രോസസ്സ്, ദി അനാലജി ഓഫ് ദ കാറ്റലിസ്റ്റ്. അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ പോയിന്റിനകത്തും വരുന്നത്. അതായത് ഈ ഒരു പോയറ്റിക് പ്രോസസ്സിനകത്ത് കവിത എഴുതുന്ന സമയത്ത് എഴുതുന്ന വ്യക്തിയുടെ പേഴ്സണാലിറ്റിക്ക് വലിയ പങ്കില്ല എന്ന് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. compares the poet's mind to a catalyst in a chemical reaction where emotions and experiences are combined into something new. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഒരു കാറ്റലിസ്റ്റിനെ പോലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സയൻസ് അറിയുന്നുണ്ടെങ്കിൽ അറിയാം, കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കെമിക്കൽ റിയാക്ഷനെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അത് എന്തല്ല, കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും തീ കത്തണം എന്നുണ്ടെങ്കിൽ ഓക്സിജന്റെ സാന്നിധ്യം വേണം എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഓക്സിജൻ അല്ല അവിടെ കത്തുന്നത്, മറിച്ച് എന്താണ്, അതിന്റെ സാന്നിധ്യത്തിലാണ് അത് നടക്കുന്നത്. ആ രീതിയിലാണ് ഈ പോയറ്റിന്റെ മനസ്സ് പ്രവർത്തിക്കേണ്ടതെന്നാണ് പറയുന്നത്. അത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ സഹായിക്കുക എന്നുള്ള രീതിയാണ്, അല്ലാതെ പോയറ്റിന്റെ വ്യക്തിത്വത്തിനോ മനസ്സിനോ ആ എഴുതി വരുന്ന കൃതിക്കകത്ത് വലിയ റോൾ ഉണ്ടാവരുതെന്നാണ് അദ്ദേഹം പറയുന്നത്. Emphasizes that the poet's mind remains unchanged during the process, similar to how a catalyst remains unaffected. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞാൽ പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാവും, പക്ഷേ ആ കാറ്റലിസ്റ്റിന് അവിടെ മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. ആ രീതിയിലായിരിക്കണം പോയറ്റിന്റെ മനസ്സുണ്ടാവേണ്ടത്. പോയറ്റിന്റെ മനസ്സിനകത്ത് ഒരു മാറ്റവും ഇൻഫ്ലുവൻസും ഉണ്ടാവേണ്ടതില്ല. അയാളുടെ മനസ്സ് ഈ ഇമോഷൻസിനെയും എക്സ്പീരിയൻസിനെയും ഉപയോഗിച്ചുകൊണ്ട് ഒരു കൃതി രചിക്കുക എന്നുള്ള ഒരു കർത്തവ്യം മാത്രമാണുള്ളത്. അയാളുടെ മനസ്സിലെ ഇമോഷൻസിനും പേഴ്സണൽ ആയിട്ടുള്ള ചിന്തകൾക്കും വലിയ പ്രാധാന്യം ഈ എഴുത്തിൽ കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പോയട്രി ഈസ് സീൻ ആസ് എൻ ഓർഗനൈസേഷൻ റാദർ ദാൻ ജസ്റ്റ് ഇൻസ്പിറേഷൻ വിത്ത് ഇന്റൻസിറ്റി ഓഫ് ദ പോയറ്റിക് പ്രോസസ് ഡിറ്റർമിനിങ് ദ ഗ്രേറ്റ്നസ് ഓഫ് എ പോയം. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്, ഒരു ഓർഗനൈസേഷൻ ആണ് പറയുന്നത്. ഇപ്പം നമ്മൾ സാധാരണ കവിതകളെ കുറിച്ച് പറയുന്നത് ഇൻസ്പിറേഷൻ, പെട്ടെന്ന് നമുക്കൊരു കാര്യത്തിൽ നിന്നോ ഒരു ചിന്തയിൽ നിന്നോ ഒരു ഫീലിങ്സിൽ നിന്നോ നമുക്ക് ഇൻസ്പിറേഷൻ ഉണ്ടായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് എഴുതുക എന്നുള്ളതാണ് നമ്മൾ പൊതുവെ പറയുന്നത്. പക്ഷെ എലിയറ്റ് പറയുന്നത് അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ അല്ല, മറിച്ച് ഓർഗനൈസേഷൻ ആണ്. അതായത് ഈ ഫീലിങ്സ് അതുപോലെ ഈ ചിന്തകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്തുകൊണ്ട് എഴുതപ്പെടുന്നതാണ്. അതിനകത്ത് ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഈ ഫീലിങ്സിന് വലിയ റോളില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ആ രീതിയിൽ ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, ഏതൊക്കെ ഇമോഷൻസ് ആണ്, ഏതൊക്കെ തോട്ട്സ് ആണ്, നമ്മൾ പറഞ്ഞു വ്യക്തിപരമായിട്ടുള്ള തോട്ട്സോ ഫീലിങ്സോ അല്ല, ജനറൽ ആയിട്ടുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അവിടെ ഈ എഴുത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളത് അത് എത്ര മികച്ച ഒരു കവിതയാണെന്നുള്ളതിൽ ഘടകമാകും എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അതായത് പേഴ്സണാലിറ്റിക്ക് വലിയ പങ്കില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പോയറ്റിന്റെ മൈൻഡിന് വലിയ റോളില്ല, അദ്ദേഹത്തിന്റെ മൈൻഡിലുള്ള വികാരങ്ങൾക്കോ ചിന്തകൾക്കോ വലിയ പ്രാധാന്യമില്ല, മറിച്ച് എന്താണ്, അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളെ അദ്ദേഹത്തിന്റെ മനസ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് എന്നല്ലാതെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഈ മനസ്സിലെ കാര്യങ്ങൾ ഈ പോയത്തിനകത്ത് വരേണ്ടതില്ല എന്നുള്ള അഭിപ്രായമാണ് എലിയറ്റിനുള്ളത്. അടുത്തത് ആർട്ടിസ്റ്റിക് ഇമോഷൻ, ദ വാല്യൂ ഓഫ് കോൺസെൻട്രേഷൻ. ഇനി എഴുതുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. emphasizes that the poet doesn't need to express new emotions but can impart new significance to ordinary emotions.
അപ്പോൾ നേരത്തെ പറയുകയുണ്ടായി ഈ പോയറ്റിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇമോഷൻസിന് അദ്ദേഹം വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത്. ആ രീതിയിൽ പുതിയ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യേണ്ടതില്ല, മറിച്ച് എന്താണ് ജനറൽ ആയിട്ടുള്ള ഇമോഷൻസിന് പുതിയ മീനിങ് ഈ എഴുത്തിലൂടെ കൊടുക്കുക എന്നുള്ളതിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്. റിജക്ട്സ് ദ നോഷൻ ദാറ്റ് പോയട്രി ഒറിജിനേറ്റ്സ് ഫ്രം ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്കുലിറ്റി. നമ്മുടെ വില്യം വേർഡ്സ്വർത്തിന്റെ പോയട്രിയെ കുറിച്ചിട്ടുള്ള ഡെഫിനേഷനാണ് നമുക്കറിയാം. പോയട്രി ഈസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്കുലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ശാന്തമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഈ ഇമോഷൻസ് ഇങ്ങനെ റീകളക്ട് ചെയ്യുന്നതാണ് പോയട്രി എന്നുള്ള ഒരു വാദത്തിനോട് അദ്ദേഹം എതിർക്കുകയാണ്. ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് വിത്ത് കോൺസെൻട്രേഷൻ. അദ്ദേഹം പറയുന്നത് അങ്ങനെ ശാന്തമായി ഇരുന്നുകൊണ്ടല്ല, കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നുകൊണ്ടാണ് ഈ കവിത എഴുതുന്നതാണ് അദ്ദേഹം പറയുന്നത്. The more perfect the artist, the more completely separate will be the man who suffers and the mind which creates. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആർട്ട് അദ്ദേഹത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടുള്ളതായിരിക്കും. അതായത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല ആ ഒരു ആർട്ടിനകത്ത് ഉണ്ടായിരിക്കുക, മറിച്ച് എന്തായിരിക്കും ജനറൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ്, ജനറൽ ആയിട്ടുള്ള ഇമോഷൻസ്, അത്തരം കൺസെപ്റ്റുകളാണ് ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത എലിയറ്റിന്റെ പ്രധാനമായിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ആണ്. എലിയറ്റ്സ് കൺസെപ്റ്റ്സ് ഓഫ് യൂസിങ് ഒബ്ജക്ട്സ് ഓർ സിറ്റുവേഷൻസ് ടു എവോക്ക് സ്പെസിഫിക് ഇമോഷൻസ് ഇൻ പോയട്രി. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അത്തരം ഒബ്ജക്ട്സിലൂടെ ഇമോഷൻസ് കൺവേ ചെയ്യാനാണ് പറയുന്നത്. അതായത് ഒരാളുടെ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സന്തോഷത്തെക്കുറിച്ച് വർണ്ണിച്ചെഴുതുകയല്ല വേണ്ടത്, മറിച്ച് എന്താണ് സന്തോഷം പ്രകടിപ്പിക്കുന്ന പ്രവൃത്തികളെ അവിടെ എടുത്തു കാണിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ തുള്ളിച്ചാടുക നമ്മൾ പറയില്ലേ, ആ രീതിയിൽ ഇങ്ങനെ ഒബ്ജക്ട്സിലൂടെ ഇമോഷൻസ് കൺവേ ചെയ്യുകയാണ് വേണ്ടതെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. allows the poet to communicate emotions indirectly by providing readers with objects or situations that evoke the intended emotion. അപ്പോൾ ഈ രീതിയിൽ ഇമോഷൻസ് ഇൻഡയറക്ട്ലി ആണ് കൺവേ ചെയ്യേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ ഹാപ്പിയാണ് എന്ന് ഡയറക്റ്റ്ലി പറയുന്നതിന് പകരം അയാളുടെ പ്രവൃത്തിയിലൂടെ അയാൾ ചെയ്യുന്ന പ്രവൃത്തിയെ അവിടെ വിവരിക്കുക, അതിലൂടെ അയാൾ ഹാപ്പി എന്നുള്ള കാര്യം റീഡേഴ്സിന് മനസ്സിലാവുക. അല്ലെങ്കിൽ ഒരാൾ വിഷമിച്ചിരിക്കുക എന്നുള്ള കാര്യം അങ്ങനെ അയാൾ വിഷമിച്ചിരിക്കുന്നു എന്ന് തന്നെ നേരിട്ട് എഴുതി വെക്കാതെ അയാളുടെ പ്രവൃത്തിയെ കുറിച്ചിട്ട് അവിടെ എഴുതുക. അയാൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് അയാൾ വിഷമിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ആ രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇമോഷൻസ് കൺവേ ചെയ്യുന്നതിനെയാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്നത്. അതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇൻ മാക്ബത്ത് ഷേക്സ്പിയർ കൺവേസ് ലേഡി മാക്ബത്ത്സ് മെന്റൽ ആഗണി നോട്ട് ത്രൂ ഡിസ്ക്രിപ്ഷൻ ബട്ട് ത്രൂ ഹെർ ആക്ഷൻസ്. ഈ മാക്ബത്ത് എന്ന് പറയുന്ന പ്ലേ നിങ്ങൾക്ക് അടുത്ത സെമിസ്റ്ററിൽ പഠിക്കാനുള്ളതാണ്. അതിനകത്ത് ഈ ലേഡി മാക്ബത്ത് ഇങ്ങനെ മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്ന കാര്യം ഷേക്സ്പിയർ അവതരിപ്പിക്കുന്നുണ്ട്. അവരിങ്ങനെ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നതും അതുപോലെ അവർ ചെയ്ത കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള രംഗങ്ങളാണ് അതിനകത്ത് ഷേക്സ്പിയർ ആവിഷ്കരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അവരുടെ മാനസിക അസ്വാസ്ഥ്യത്തെ ഷേക്സ്പിയർ അവതരിപ്പിക്കുന്നത്. മറിച്ച് എന്തല്ല, ഈ ലേഡി മാക്ബത്ത് വളരെയധികം മാനസിക അസ്വാസ്ഥത്തിലാണ് എന്നുള്ള ഒരു വരി എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാൻ സാധിക്കും. പക്ഷെ അങ്ങനെ പറയുന്നതിന് പകരം ആ ആക്ഷൻസിലൂടെയാണ് ആ ഒരു കാര്യം കൺവേ ചെയ്തിരിക്കുന്നത്. ആ രീതിയിൽ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ആക്ഷൻസിലൂടെ ഈ ഇമോഷൻസ് കൺവേ ചെയ്യുന്നതിനെയാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കാനുള്ള ക്രിട്ടിക്ക് I.A. റിച്ചാർഡ്സ് ആണ്. I.A. റിച്ചാർഡ്സിന്റെ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. അതിൽ ഒന്ന് 4 kinds of meaning, അതായത് ലാംഗ്വേജിന് 4 തരത്തിലുള്ള അർത്ഥങ്ങളാണുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ഒന്ന് സെൻസ് റെഫേഴ്സ് ടു ദ സ്ട്രെയിറ്റ് ഫോർവേഡ് ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് യൂസ് ടു കൺവേ മെസ്സേജ്. അതായത് നമ്മൾ സാധാരണ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമ്മളൊരു കാര്യം വിവരിക്കുന്നു, അതായത് പറയുന്ന കാര്യങ്ങൾക്ക് ആ വാക്കുകളുടെ അതേ അർത്ഥം തന്നെയാണ് ഉള്ളതെന്നുള്ള സാഹചര്യമാണ് സെൻസ് എന്ന് പറയുന്നത്. ഇറ്റ് എയിംസ് ടു അറോസ് ദ റീഡേഴ്സ് തോട്ട്സ്. വായനക്കാരുടെ ചിന്തകളെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള മീനിങ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഫീലിംഗ് ആണ്. നമുക്കത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. റെപ്രസെന്റ് ദ റൈറ്റേഴ്സ് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഓർ ഡിറ്റാച്ച്മെന്റ് ഫ്രം ദ സബ്ജക്റ്റ്. ഇമോഷൻ ഈസ് ക്രൂഷ്യൽ ഇൻ പോയട്രി എസ്പെഷ്യലി ഇൻ ലിറിക് പോയംസ്. ഫീലിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, അത് വൈകാരികതയാണ്. അതിനകത്ത് വാക്കുകൾക്ക് അതേ അർത്ഥമല്ല ഉണ്ടായിരിക്കുക. നമ്മൾ ആലങ്കാരികമായിട്ടൊക്കെ സംസാരിക്കുന്നത് അതിനകത്താണ് വരുന്നത്. ആ രീതിയിൽ ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് അടുത്ത മീനിങ് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് ടോൺ ആണ്. ഡിനോട്ട്സ് ദ സ്പീക്കേഴ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ലിസണർ വേരിയിങ് ബേസ്ഡ് ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. ടോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സംസാരത്തിന്റെ ടോൺ എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് ആ ഒരു
ആറ്റിറ്റ്യൂഡ് ഏതാണെന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് കാണാൻ വേണ്ടി കഴിയുന്നത്. അതായത് അവർക്ക് ഒരു സഹാനുഭൂതിയുള്ള ആറ്റിറ്റ്യൂഡാണോ അതോ ദേഷ്യമാണോ, ആ രീതിയിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് ടോണിലൂടെ അറിയാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ലാംഗ്വേജിന് അങ്ങനെയും ഒരു മീനിങ് ഉണ്ട്. പിന്നെ വരുന്നത് ഇന്റൻഷൻ ആണ്. ദ റൈറ്റേഴ്സ് എയിം ഇൻ റൈറ്റിംഗ് വിച്ച് മേ ബി കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ് ഷേപ്പിംഗ് ദി എക്സ്പ്രഷൻ ആൻഡ് ഡ്രോവിങ് അറ്റൻഷൻ ടു കീ പോയിന്റ്സ്. ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉദ്ദേശ ലക്ഷ്യം എന്നുള്ളതാണ്. അതായത് എന്താണ് ഈ എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി അവിടെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നത്, അതിനെയാണ് നമ്മൾ ഇന്റൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഈ സംസാരങ്ങൾക്കിടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമല്ല കേട്ട ആൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ തിരിച്ചും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. ആ രീതിയിൽ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യത്തിനെയാണ് ഇന്റൻഷൻ എന്ന് പറയുന്നത്. ഇന്റൻഷൻ ഈസ് ദി എഫക്ട് ദ റൈറ്റർ ട്രൈസ് ടു പ്രൊഡ്യൂസ്. അതായത് വായനക്കാരിൽ ഏത് ഒരു എഫക്റ്റാണ് ഈ എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അതിനെയാണ് ഇന്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അയ്യർ റിച്ചാർഡ്സിന്റെ തിയറിയിൽ നമ്മൾ പറഞ്ഞത് ലാംഗ്വേജിന് 4 തരത്തിലുള്ള മീനിങ് ആണെന്ന് പറഞ്ഞു. സെൻസ് എന്ന് പറയുന്നത് നമ്മൾ വാക്കുകൾ അതേ അർത്ഥത്തിൽ തന്നെ എടുക്കുക എന്നുള്ള കാര്യമാണ് വരുന്നത്. ഫീലിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം കുറച്ച് ആലങ്കാരികമായിട്ടൊക്കെ നമ്മൾ അർത്ഥങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഫീലിംഗിൽ വരുന്നത്. ടോൺ എന്ന് പറയുന്നത് നമുക്കറിയാം അത് ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നതാണ്. പിന്നെ ഇന്റൻഷൻ എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് ഇന്റൻഷനിൽ വരുന്നത്. ഇനി അയ്യർ റിച്ചാർഡ്സിന്റെ അടുത്ത ഒരു കൺസെപ്റ്റ് വരുന്നത് സയന്റിഫിക് ആൻഡ് ഇമോട്ടീവ് യൂസ് ഓഫ് ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് 2 രീതിയിൽ ഉപയോഗിക്കുന്നതാണ്. ഒന്ന് സയന്റിഫിക് ആണ്, ഒന്ന് ഇമോട്ടീവ് ആണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. സയന്റിഫിക്കൽ വരുന്നത് കൺസേൺഡ് വിത്ത് ഫാക്ച്വൽ ആക്യുറസി ആൻഡ് ദി ആബ്സെൻസ് ഓഫ് ഫിക്ഷൻ. അതായത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറയുന്നതിനെയാണ് സയന്റിഫിക് എന്ന് പറയുന്നത്. യൂസിങ് ലാംഗ്വേജ് ഇൻ എ മാറ്റർ ഓഫ് ഫാക്ട് മാനർ. ഇറ്റ് റിലൈസ് ഓൺ ലിറ്ററൽ മീനിങ്സ് ആൻഡ് ലോജിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റെഫറൻസസ്. അതായത് നമുക്കറിയാം സയന്റിഫിക് യൂസ് ഓഫ് ലാംഗ്വേജ് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്കുകൾക്ക് അതേ അർത്ഥം തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ നമുക്കറിയാം ഞാൻ എൻ്റെ ഹൃദയം വേദനിക്കുന്നു എന്ന് പറയുകയാണ്. ഹൃദയം വേദനിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2 അർത്ഥം നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയും. എന്താണ് എൻ്റെ ഹൃദയം എന്ന് പറയുന്ന ഒരു ഓർഗൻ അത് വേദനിക്കുകയാണ് എന്ന് പറയുന്നതാണ് അതിന്റെ സയന്റിഫിക് യൂസ് അല്ലെങ്കിൽ അതിന്റെ അക്ഷരാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ എനിക്ക് വളരെ വിഷമമുണ്ട് എന്നുള്ള ഒരു അർത്ഥം നമുക്ക് അതിൽ നിന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ വരുമ്പോൾ അതെന്താണ് ഇമോട്ടീവ് യൂസ് ആണ്. ആ രീതിയിലുള്ള വ്യത്യാസത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. സയന്റിഫിക് യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ഷരാർത്ഥത്തിൽ വാക്കുകൾ ഉപയോഗിക്കുന്നതാണ്. അത് എന്താണ് ഫാക്ടുകളാണ് അതിനകത്ത് പറയുന്നത്. ഇമോട്ടീവ് യൂസ് എന്ന് പറയുന്നത് എയിംസ് ടു ക്രിയേറ്റ് ഇമോഷൻസ് ഓർ ആറ്റിറ്റ്യൂഡ്സ് ഓഫ്റ്റൻ ഡിസ്റിഗാർഡിങ് സ്ട്രിക്റ്റ് ലോജിക് ഓർ ട്രൂത്ത്. ഇമോട്ടീവ് യൂസ് നമുക്ക് അറിയാം അതെന്താണ് ഈ ഒരു ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ്. അത് എന്താണ് ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയണമെന്നില്ല. അതായത് വാക്കുകൾക്ക് അതേ അർത്ഥം തന്നെയല്ല അവിടെ ഉണ്ടാവുക. ഇമോട്ടീവ് ലാംഗ്വേജ് ഇവോക്സ് ഇമോഷണൽ റെസ്പോൺസസ് ആൻഡ് മെ നോട്ട് അഡ്ഹിയർ ടു ഫാക്ച്വൽ ആക്യുറസി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഈ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് ഇതിൽ പറയണം എന്നില്ല. ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണമായിട്ട് പറയാൻ വേണ്ടി കഴിയുന്നത് എന്താണ് അവളൊരു മാലാഖയാണ് എന്ന് നമുക്ക് പറയാം. അവളൊരു മാലാഖയാണെന്ന് പറയുന്നത് എന്താണ് ഫാക്ച്വൽ ആയിട്ട് ശരിയായിട്ടുള്ള കാര്യമല്ല, പക്ഷെ അവിടെ ഒരു ഇമോഷൻ ആണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ആ രീതിയിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇമോട്ടീവ് യൂസ് എന്ന് പറയുന്നത്. ഇറ്റ് അലോസ് ഫോർ ഇമാജിനേഷൻ ആൻഡ് ഇമോഷണൽ ഇന്റർ കണക്ഷൻസ് ദാറ്റ് മേ നോട്ട് ഹാവ് ലോജിക്കൽ ബേസിസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ലോജിക്കൽ ആയിട്ടുള്ള സെന്റൻസുകളായിരിക്കില്ല, പക്ഷെ അതിനകത്ത് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ അയ്യർ റിച്ചാർഡ്സിന്റെ ഈ 2ാമത്തെ തിയറി വരുന്നത് സയന്റിഫിക് യൂസും ഇമോട്ടീവ് യൂസും ആണ്. സയന്റിഫിക് യൂസ് എന്ന് പറയുന്നത് ഫാക്ടുകൾ ലോജിക്കലായിട്ട് പറയുന്ന കാര്യമാണ്, അക്ഷരാർത്ഥത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇമോട്ടീവ് യൂസ് എന്ന് പറയുന്നത് കുറച്ചൊക്കെ ആലങ്കാരികമായിട്ട് കാര്യങ്ങൾ പറയുന്നതാണ്, ലോജിക്കലായിരിക്കണം എന്നില്ല, പക്ഷെ അതിനകത്ത് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇനി ഈ സെക്ഷനിൽ അവസാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത് FR ലൂയിസിന്റെ കൺസെപ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ കൺസെപ്റ്റിൽ പ്രധാനമായിട്ട് വരുന്നത് മോറൽ അല്ലെങ്കിൽ ധാർമ്മികതയാണ്. belongs to the tradition of English literary criticism, emphasizing the moral value of literature. അപ്പോൾ ഈ സാഹിത്യത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വിഭാഗത്തിലെ ഒരാളാണ് FR ലൂയിസ്. ലിറ്ററേച്ചർ ഈസ് സീൻ ആസ് എ ക്രിറ്റിസിസം ഓഫ് ലൈഫ് വിത്ത് ഹിസ്റ്റോറിക്കൽ ആൻഡ് മോറൽ റെസ്പോൺസിബിലിറ്റീസ് ടു സൊസൈറ്റി. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സാഹിത്യം എന്ന് പറയുന്നത് എന്താണ് ഒരു ധാർമ്മിക ഉത്തരവാദിത്വമുള്ളൊരു കാര്യമാണ്. അതിനകത്ത് ധാർമ്മിക മൂല്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കണം. മാത്രമല്ല ഹിസ്റ്റോറിക്കൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതായത് ഒരു കാലഘട്ടത്തിന്റെ ചിത്രം അവതരിപ്പിക്കാൻ വേണ്ടി സാഹിത്യത്തിന് കഴിയണം. മാത്രമല്ല ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇൻട്രൊഡ്യൂസസ് ദ കൺസെപ്റ്റ് ഓഫ് എനാക്ട്മെന്റ് വെർ ലിറ്ററേച്ചർ ആക്ട്സ് ഔട്ട് ഓർ ഡെമോൺസ്ട്രേറ്റ്സ് മോറൽ സെന്റിമെന്റ്സ് റാദർ ദാൻ ജസ്റ്റ് എക്സ്പ്രസിംഗ് ദം.
അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ഒരു തിയറിയിൽ എനാക്ട്മെന്റ് എന്ന് പറയുന്ന തിയറിക്കകത്ത് പറയുന്നത് ഈ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഒരു മോറൽ സെന്റിമെന്റ് ഉള്ള കാര്യമാണ്. അതായത് ഈ കഥാപാത്രങ്ങളുടെ പ്രവർത്തികളിലൂടെ ഈ ധാർമ്മികത എന്താണെന്ന് അവതരിപ്പിക്കുക മാത്രമല്ല, ഒരു പുസ്തകത്തിനും ആ പുസ്തകത്തിലൂടെ അത് എഴുതുന്ന ആൾക്കും ഒരു ധാർമ്മികത ഉണ്ട്. ആ ധാർമ്മികത കൂടിയാണ് അവിടെ അവതരിപ്പിക്കപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇൻഫ്ലുവൻസ്ഡ് ബൈ 17th and 18th century culture and literature, ലൂയിസ് ബിലീവ്സ് ലിറ്ററേച്ചർ ഷുഡ് ക്ലോസ്ലി റിലേറ്റ് ടു ദ ക്രിറ്റിസിസം ഓഫ് ലൈഫ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 17-18 നൂറ്റാണ്ടുകളിലെ ഈ കൾച്ചറും സാഹിത്യവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് കാരണം കൊണ്ട് അദ്ദേഹം പറയുന്നത് ക്രിറ്റിസിസം ഓഫ് ലൈഫ്, അതായത് യഥാർത്ഥ ജീവിതം തന്നെയാണ് സാഹിത്യത്തിനകത്ത് ആവിഷ്കരിക്കപ്പെടേണ്ടതെന്നാണ്. അഡ്വക്കേറ്റ്സ് ഫോർ അസസിംഗ് ലിറ്റററി വർക്ക്സ് ബേസ്ഡ് ഓൺ ഓതേഴ്സ് ആൻഡ് സൊസൈറ്റീസ് മോറൽ പൊസിഷൻസ്. അപ്പോൾ ഒരു സാഹിത്യ കൃതി നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് അത് എഴുതപ്പെട്ട ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾ, ആ ഓതറിന്റെ ധാർമ്മിക മൂല്യങ്ങൾ എന്ന് വെച്ചത് കൊണ്ടുവേണം നമ്മൾ വിലയിരുത്താൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. Stresses the importance of a reverent openness before life in the works of these novelists. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം തന്നെയാണ്. അതായത് ജീവിതത്തെ എന്ത് ചെയ്യണം, ഒരു ഓപ്പൺനെസ്സോട് കൂടി സമീപിക്കണം. അതായത് റിയൽ ലൈഫിനെ തന്നെയാണ് ഈ ലിറ്ററേച്ചറിനകത്ത് ആവിഷ്കരിക്കേണ്ടത്. കൂടാതെ അതിന് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതായത് ഒരു കാലഘട്ടത്തിന്റെ ഒരു ചിത്രം ആ സാഹിത്യത്തിന് കൊടുക്കാൻ വേണ്ടി കഴിയണം. പിന്നെ പറയുന്നത് മോറൽ ആയിട്ടുള്ള വാല്യൂ ഉണ്ടായിരിക്കണം, ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി സാഹിത്യത്തിന് കഴിയണം എന്നുള്ള കാര്യങ്ങളാണ് FR ലൂയിസിന്റെ കൺസെപ്റ്റിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.